Hi, hello, my dear students. ഇന്ന് നമ്മൾ സോഷ്യൽ സയൻസ് ചാപ്റ്റർ 2-ലെ മൂന്നാമത്തെ ക്ലാസ്സാണ് ടീച്ചർ എടുക്കുന്നത്. ടുവേർഡ്സ് ദി എമർജൻസ് ഓഫ് ദി നാഷണൽ മൂവ്മെൻറ്റ്. ഇപ്പം നാഷണൽ മൂവ്മെൻറ്റിൻ്റെ ഈ ചാപ്റ്റർ നമ്മൾ 2 ക്ലാസ്സുകൾ ഓൾറെഡി ടീച്ചർ ചെയ്ത് നിങ്ങൾക്ക് വേണ്ടി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ. നിങ്ങളത് കണ്ടോ എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം നമുക്കിന്ന് മൂന്നാമത്തെ ക്ലാസ്സാണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മുടെ സെക്കൻഡ് ക്ലാസ്സിൻ്റെ കണ്ടിന്യൂവേഷനാണ് നമ്മൾ ചെയ്യുക. സെക്കൻഡ് ക്ലാസ്സിൽ നമ്മൾ എന്താണ് പഠിച്ചത്? നാഷണൽ മൂവ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്ത ഫാക്ടേഴ്സ്, ദ ഫാക്ടേഴ്സ് ദാറ്റ് കോൺട്രിബ്യൂട്ട് ടു ദ ഗ്രോത്ത് ഓഫ് നാഷണലിസം. ഇപ്പം നാഷണലിസം നമ്മുടെ ഇന്ത്യയിൽ ഇല്ലായിരുന്നു, അല്ലേ? അപ്പോൾ ബ്രിട്ടീഷുകാരുടെ ഭരണം തുടങ്ങിയ സമയത്ത് നാഷണൽ ഫീലിങ്സ്, യൂണിറ്റി വളരെ കുറവായിരുന്നു. എന്നാൽ ദ സെക്കൻഡ് ഹാഫ് ഓഫ് ദി 19th സെഞ്ച്വറി എന്ത് സംഭവിച്ചു? പല ഫാക്ടേഴ്സ് കാരണം നമ്മുടെ നാഷണലിസം കുറച്ചുകൂടി എസ്റ്റാബ്ലിഷായി, കുറച്ചുകൂടി നമ്മളത് പ്രൊമോട്ട് ചെയ്തു. അപ്പോൾ അതിനു പിന്നിൽ പ്രവർത്തിച്ച ഫാക്ടേഴ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ 5 ഫാക്ടേഴ്സാണ് നിങ്ങൾ എഴുതേണ്ടത്. അതാണ് നമ്മൾ ആദ്യത്തെ 1ഉം 2ഉം ക്ലാസ്സുകളിൽ പഠിച്ചത്. എന്തൊക്കെയായിരുന്നു? എക്കണോമിക് പോളിസി ഓഫ് ബ്രിട്ടീഷ്, സോഷ്യൽ റീഫോം ആക്ടിവിറ്റീസ്, ദെൻ വെസ്റ്റേൺ എഡ്യൂക്കേഷൻ, ലിറ്ററസി ആൻഡ് ന്യൂസ് പേപ്പേഴ്സ്, ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ. അപ്പോൾ ഇങ്ങനെ 5 ഫാക്ടേഴ്സാണ് നാഷണലിസത്തെ പ്രൊമോട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇന്ന് നമ്മൾ പഠിക്കുന്നത് പ്രധാനമായും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അതിൻ്റെ രൂപീകരണവും അതിന് പിന്നിൽ പ്രവർത്തിച്ച ലീഡേഴ്സ് ആരൊക്കെയാണ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയായിരുന്നു, പാർട്ടീഷൻ ഓഫ് ബംഗാൾ ആൻഡ് സ്വദേശി മൂവ്മെൻറ്റ്. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കയറാം. ഓക്കെ, which are the political organizations formed in the second half of 19th century? In the second half of the 19th century, in India, the main 3 organizations are started. They are political organizations and they are started by certain leaders of that time. അപ്പോൾ അന്ന് വെസ്റ്റേൺ എഡ്യൂക്കേഷനൊക്കെ ലഭിച്ച കുറച്ച് ലീഡേഴ്സ്, അതായത് ബ്രിട്ടീഷ് എക്സ്പ്ലോയിറ്റേഷനെ പറ്റി അവെയറായ ദാദാഭായ് നവറോജിയൊക്കെ പോലെയുള്ള കുറച്ച് ലീഡേഴ്സ് രൂപം കൊടുത്ത ഏർലി അസോസിയേഷൻസ് ആണ്, ഏർലി പൊളിറ്റിക്കൽ അസോസിയേഷൻസ്. ഫസ്റ്റ് വൺ, ഇന്ത്യൻ അസോസിയേഷൻ. ഇറ്റ് ഈസ് സ്റ്റാർട്ടഡ് ഇൻ കൽക്കട്ട ആൻഡ് ദ നാഷണൽ ലീഡേഴ്സ് ഹൂ ലെഡ് ദിസ് ഇന്ത്യൻ അസോസിയേഷൻ, സുരേന്ദ്രനാഥ ബാനർജി, അനന്ത മോഹൻ ബോസ്. ദീസ് 2 leaders who got western education, they started Indian Association in Calcutta. ഓക്കെ, അപ്പോൾ ഈ കൽക്കട്ട എന്ന് പറയുന്ന ഒരു ചെറിയ റീജിയനിൽ സ്റ്റാർട്ട് ചെയ്ത ഒരു ഏർലി അസോസിയേഷനാണ് ഇന്ത്യൻ അസോസിയേഷൻ. ദെൻ മദ്രാസ് മഹാജന സഭ. ഇറ്റ് വാസ് സ്റ്റാർട്ടഡ് ഇൻ മദ്രാസ് ഇൻ സൗത്ത് ഇന്ത്യ ബൈ എം വീരരാഘവാചാര്യർ and Subramanya Iyer and Ananda Charlu. These 3 persons led the association, Madras Mahajana Sabha. Then Bombay Presidency Association. It was started in Bombay and Firozshah Mehta, K.T. Telang and Badruddin Taibji were the leaders of Bombay Presidency Association. So all these political associations, they started in certain regions, Calcutta, Madras, Bombay, and by this Indian leaders who got Western education. Okay. Second point, what were the limitations of early political organizations? This Madras Mahajana Sabha, Bombay Presidency Association and Indian Association, these political associations, early associations, were some limitations. What are the demerits or limitations of these early associations? These organizations were not in all India by nature. They are not all India.
Their activities were confined to certain provinces and territories. They worked in certain provinces, a small area, and territories, which were the areas Bombay, Calcutta, Madras, certain areas. They have no all India nature. Okay, such organizations led by the rich and middle class fail to create awareness among masses politically. What is this masses? The common people, all the people. Such organizations they were led by rich and middle class people. This Surendranath Banerjee, Ananda Mohan Bose, then Subramania Iyer, Ananda Charlu, all these leaders were rich and they belongs to middle class. അപ്പം മിഡിൽ ക്ലാസ്സും റിച്ചുമായിട്ടുള്ള ഒരു അപ്പർ ലെവലിലുള്ള ആളുകൾ ചില ഓർഗനൈസേഷൻസ് ചില റീജിയൻസിലൊക്കെ സ്റ്റാർട്ട് ചെയ്തെങ്കിലും അതിനൊന്നും ഒരു ഓൾ ഇന്ത്യ നേച്ചർ ഇല്ലായിരുന്നു. അതുപോലെ തന്നെ അതിന് നമ്മുടെ കോമൺ പീപ്പിളിനെ അട്രാക്റ്റ് ചെയ്യാനുള്ള ഒരു സാധ്യതയില്ലായിരുന്നു. ദേ ഫെയിൽ ടു ക്രിയേറ്റ് അവയർനെസ് എമംഗ് ദ മാസസ് പൊളിറ്റിക്കലി. അപ്പം ഹയർ ലെവലിലുള്ള ആളുകൾ മാത്രം അംഗങ്ങളായിട്ടുള്ള ഓർഗനൈസേഷൻസ് ആയിരുന്നു ഈ ഏർലി ഓർഗനൈസേഷൻസ്. അതുകൊണ്ട് തന്നെ അതത്ര എഫക്റ്റീവ് അല്ലായിരുന്നു. അതാണ് അതിൻ്റെ ലിമിറ്റേഷൻ. ഓക്കെ, അപ്പം ഓൾ ഇന്ത്യ ലെവലിൽ ഒരു ഓർഗനൈസേഷൻ വേണമെന്ന് ആളുകൾക്ക് തോന്നാൻ തുടങ്ങി അല്ലേ. ഈ ഏർലി ഓർഗനൈസേഷൻസിന് പല ഡ്രോബാക്സും ഉള്ളതുകൊണ്ട് ആളുകൾ ഒരു ഓൾ ഇന്ത്യ ലെവലിലുള്ള ഒരു ഓർഗനൈസേഷൻ, ഇന്ത്യയിലെ മുഴുവൻ ആളുകളെയും മെമ്പേഴ്സ് ആക്കുന്ന ഒരു ഓൾ ഇന്ത്യ ഓർഗനൈസേഷൻ വേണമെന്ന് അവരെ ആഗ്രഹിച്ചു. ആ ഓർഗനൈസേഷനാണ് നമ്മൾ ഇനി പഠിക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഓക്കെ, നമ്മുടെ ഫ്രീഡം സ്ട്രഗിളിൽ ഏറ്റവും കൂടുതൽ അതിന് സ്ട്രഗിൾ ചെയ്ത, അതിനുവേണ്ടി പരിശ്രമിച്ച, അതിനുവേണ്ടി ജീവൻ പോലും ബലികഴിച്ച കുറേ ആളുകളുടെ അല്ലെങ്കിൽ ഇന്ത്യക്കാരുടെ അന്നത്തെ ഏറ്റവും വലിയ ഒരു നാഷണൽ ലെവൽ പൊളിറ്റിക്കൽ ഓർഗനൈസേഷനായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അപ്പോൾ നമുക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ പറ്റി ഒരു നോട്ട് എഴുതാനായിട്ട് പഠിക്കാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വാസ് ഫോംഡ് ഇൻ 1885 അല്ലേ. 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ദ ഫസ്റ്റ് കോൺഫറൻസ് ഓഫ് ഓൾ ഇന്ത്യ ഓർഗനൈസേഷൻ വാസ് ഓൺ December 28, 1885, 12 noon. അവിടെ ഒരു ചെറിയ കറക്ഷൻ ഉണ്ട്. 13 noon എന്നാണ് ടീച്ചർ എഴുതി വെച്ചേക്കുന്നത്. നോ, ഇറ്റ് ഈസ് ഇൻകറക്റ്റ്. 12 noon. ഓക്കെ, അവിടെ പ്രിൻറ്റിങ്ങിൽ വന്ന അല്ല ടീച്ചർ ടൈപ്പ് ചെയ്തപ്പം വന്ന ഒരു മിസ്റ്റേക്കാണ്, സോറി. അപ്പോൾ December 28, 1885, 12 noon കറക്റ്റ് കോൺഫറൻസ് സ്റ്റാർട്ട് ചെയ്തത്. ഇറ്റ് വാസ് ഹെൽഡ് അറ്റ് ഗോകുൽദാസ് തേജ്പാൽ സാൻസ്ക്രിറ്റ് കോളേജ്, ബോംബെ. അപ്പം നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഫസ്റ്റ് മീറ്റിംഗ് ബോംബെയിലായിരുന്നു. ഏത് കോളേജിലായിരുന്നു? ഗോകുൽദാസ് തേജ്പാൽ സാൻസ്ക്രിറ്റ് കോളേജ്. ഗോകുൽദാസ് തേജ്പാൽ സാൻസ്ക്രിറ്റ് കോളേജ് ആയിരുന്നു അതിൻ്റെ വെന്യൂ, ബോംബെയിൽ. അപ്പോൾ ബോംബെയിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഫസ്റ്റ് കോൺഫറൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ കോളേജ് ഒരു വലിയ കോളേജായിരുന്നു. അതിൻ്റെ ഒരു വലിയ കോൺഫറൻസ് ഹാളിലാണ് നമ്മുടെ ഫസ്റ്റ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ മീറ്റിംഗ് 2-3 ദിവസത്തേക്കായിരുന്നു. December 28 തൊട്ട് December 31 വരെ, ഡിസംബർ മാസം തീരുന്നത് വരെ 3-4 ദിവസം, 28, 29, 30, 31, ഒരു 4 days ആ കോൺഫറൻസ് നീണ്ടു നിന്നു. ഓക്കെ, ദ ഫൗണ്ടർ ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വാസ് A.O. ഹ്യൂം, ആൻ ഇംഗ്ലീഷ്മാൻ. ഒരു ഇംഗ്ലീഷുകാരനായ A.O. ഹ്യൂം ആയിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഫൗണ്ടർ. അപ്പം നമുക്ക് അത്ഭുതം തോന്നും, ഇന്ത്യയെ ഫ്രീഡത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി, നമ്മുടെ ഫ്രീഡം സ്ട്രഗിളിന് വേണ്ടി സ്റ്റാർട്ട് ചെയ്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഫൗണ്ടർ ഒരു ഇംഗ്ലീഷുകാരനാണ്. നമുക്കറിയാം അന്ന് ഇന്ത്യക്കാർക്ക് വളരെ ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ പല നിയമങ്ങളും നമുക്കൊരു ഓൾ ഇന്ത്യ ലെവലിൽ ഒരു കോൺഗ്രസ്, ഒരു നാഷണൽ ലെവലിൽ ഒരു ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള സാധ്യതകൾ കുറവായിരുന്നു. അതുകൊണ്ട് ഒരു ഇംഗ്ലീഷുകാരൻ, ഇന്ത്യക്കാരോട് അനുഭാവമുള്ള, അനുകമ്പയുള്ള, സിമ്പതിയുള്ള, എമ്പതിയുള്ള ഒരു ഇംഗ്ലീഷുകാരനായിരുന്നു അലൻ ഒക്ടേവിയൻ ഹ്യൂം. അദ്ദേഹത്തിൻ്റെ മൊത്തം പേര് അലൻ ഒക്ടേവിയൻ ഹ്യൂം. അദ്ദേഹമാണ് നമുക്ക് വേണ്ടി ഇതുപോലുള്ള ഒരു ഓൾ ഇന്ത്യ ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്തു തന്നത്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ദിസ് ഫസ്റ്റ് മീറ്റിംഗ് വാസ് പ്രിസൈഡഡ് ഓവർ ബൈ W.C. ബാനർജി. അലൻ ഒക്ടേവിയൻ ഹ്യൂമിൻ്റെ
വലങ്കൈയായിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാപകൻ എന്ന് പറയാവുന്ന ഇന്ത്യക്കാരനാണെന്ന് ആരാണെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാവുന്ന പേരാണ് WC ബാനർജി. WC ബാനർജി presided over the function of first conference of Indian National Congress. The members of the organization was different personalities in terms of language, religion and recognition in society. ഈ നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റിയിൽ വളരെ റെപ്യൂട്ടേഷനുള്ള, റെക്കഗ്നീഷനുള്ള, പല റീജിയനിൽ നിന്നുള്ള, പല ലാംഗ്വേജിൽ നിന്നുള്ള ആളുകളുടെ ഒരു അസോസിയേഷനായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. അതിനൊരു ഓൾ ഇന്ത്യ ലെവൽ ഒരു നേച്ചർ ഉണ്ടായിരുന്നു. അതിന് ഓൾ ഇന്ത്യ ലെവൽ ഒരു ഫേസ് ഉണ്ടായിരുന്നു. ഇന്ത്യയിലെ പല ഭാഗങ്ങളിൽ നിന്നുള്ള, പല ലാംഗ്വേജ് പറയുന്ന, പല റിലീജിയനിൽ വിശ്വസിക്കുന്ന, ഇന്ത്യയിൽ സൊസൈറ്റി റെക്കഗ്നൈസ് ചെയ്യുന്ന പേഴ്സണാലിറ്റീസ് ആയിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിലെ ഫസ്റ്റ് മെമ്പേഴ്സ്. അപ്പം നമുക്കതിൻ്റെ പിക്ചർ ഒന്ന് കാണാം. ഇതാണ് ആ ഫസ്റ്റ് കോൺഫറൻസിലെടുത്ത ചിത്രം. കണ്ടോ? അന്നത്തെ ഇന്ത്യൻ നാഷണൽ കോൺഫറൻസിൻ്റെ ഫസ്റ്റ് ഡെലിഗേറ്റ്സ് ആണ് നിങ്ങളീ കാണുന്നത്. ഇത് ഇന്ത്യയുടെ കാശ്മീർ തൊട്ട് കന്യാകുമാരി വരെയുള്ള പ്രദേശങ്ങളിൽ നിന്നും വന്നിരിക്കുന്ന അതിൻ്റെ റെപ്രസെൻറ്റേറ്റീവ്സ് ആയിരുന്നു ഇവരെല്ലാവരും. ഇവർ പല മതത്തിലും, പല ഭാഷ പറയുന്നവരും, പല മതത്തിൽ വിശ്വസിക്കുന്നവരും എല്ലാവരും തന്നെ സമൂഹത്തിൽ വളരെ റെക്കഗ്നേഷനുള്ള, റെപ്യൂട്ടഡ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു. ഓക്കെ, ദെൻ ഇനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഒബ്ജക്റ്റീവ്സ് നമുക്കൊന്ന് പഠിക്കാം. വാട്ട് ആർ ദ ഡിക്ലെയർഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ദി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഫസ്റ്റ് കോൺഫറൻസിൽ അവർ അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ഡിക്ലെയർ ചെയ്തു. വാട്ട് വേർ ദ ദിസ് ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്? ഫസ്റ്റ്, ടു ഫോസ്റ്റർ ഫ്രണ്ട്ലി റിലേഷൻ എമംഗ് പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസ് ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റുകളുണ്ടായി, അല്ലേ? പൊളിറ്റിക്കൽ ഫ്രീഡത്തിന് വേണ്ടി ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന ആക്ടിവിസ്റ്റുകളുണ്ടായി. അവരുടെ റിലേഷൻ ഫ്രണ്ട്ലി ആക്കുക, അവരെ തമ്മിലൊന്ന് യൂണിഫൈ ചെയ്യുക, അവരെ ഫ്രണ്ട്ലി റിലേഷനിലേക്ക് കൊണ്ടുവരിക. ഭാഷയുടെയോ റിലീജിയൻ്റെയോ കാസ്റ്റിൻ്റെയോ ഡിഫറൻസ് ഇല്ലാതെ ഒറ്റ യൂണിയനാക്കി മാറ്റുക ഇന്ത്യയുടെ ആക്ടിവിസ്റ്റുകളെ. ഓക്കെ, ദെൻ സെക്കൻഡ് ഒബ്ജക്റ്റീവ്, ടു ഫോസ്റ്റർ ആൻഡ് സ്ട്രെങ്തൻ എ സെൻസ് ഓഫ് നാഷണൽ യൂണിറ്റി ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ്, റിലീജിയൻ ആൻഡ് പ്രോവിൻസ്. കാസ്റ്റിൻ്റെയും റിലീജിയൻ്റെയും പ്രോവിൻസിൻ്റെയും ഡിഫറൻസ് ഇല്ലാതെ ഇന്ത്യയിലെ നാഷണൽ യൂണിറ്റി സ്ട്രെങ്തൻ ചെയ്യുക, ഇന്ത്യയുടെ നാഷണലിസം പ്രൊമോട്ട് ചെയ്യുക, സ്ട്രെങ്തൻ ചെയ്യുക. എന്തിനൊക്കെ അതീതമായിട്ട്? കാസ്റ്റ്, റിലീജിയൻ, പ്രോവിൻസ്, അല്ലേ? അന്ന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിരുന്നു പ്രോവിൻസ്. ഞാൻ ബംഗാൾ പ്രോവിൻസിൽ, ഞാൻ മദ്രാസ് പ്രോവിൻസിൽ, ഞാൻ ബോംബെ പ്രോവിൻസിൽ എന്ന് പറഞ്ഞ് ഇവരിങ്ങനെ പല ഡിഫറെൻ്റായിട്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ അതിനൊക്കെ ഉപരിയായിട്ട് ഒരു സെൻസ് ഓഫ് യൂണിറ്റി, ഒരു നാഷണലിസം പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ടാക്കിയതിൻ്റെ ഒരു ഡിക്ലെയർഡ് ഒബ്ജക്റ്റീവ്. ദ തേർഡ് വൺ, ഫോർമുലേറ്റ് ആൻഡ് ഗീവ് ഷേപ്പ് ടു കോമൺ നീഡ്സ് ആൻഡ് പ്രസൻറ്റ് ദം ടു ദ ബ്രിട്ടീഷ് ഗവൺമെൻറ്. നമ്മുടെ കോമൺ നീഡ്സ്, അല്ലെ, ഇന്ത്യക്കാരുടെ എല്ലാവർക്കും ഉള്ള കോമൺ ആയിട്ടുള്ള നീഡ്സ്, നമ്മുടെ ആവശ്യങ്ങൾ എന്താണെന്ന് കണ്ടെത്തുക, അത് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെ ഫോർവേഡ് ചെയ്യുക. അപ്പം നമ്മുടെ ആവശ്യങ്ങൾ കണ്ടെത്തി ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനോട് ഫോർവേഡ് ചെയ്ത് അവരുമായിട്ട് ആർഗ്യൂ ചെയ്യാൻ വേണ്ടിയാണ് നമ്മളിങ്ങനൊരു ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്തത്. ഫോർത്ത് വൺ, ഫോം എ പബ്ലിക് ഒപ്പീനിയൻ ആൻഡ് ഓർഗനൈസ് പീപ്പിൾ ഇൻ ദ കൺട്രി. ഒരു പബ്ലിക് ഒപ്പീനിയൻ ഉണ്ടാക്കുക, അല്ലേ? ഞങ്ങൾക്ക് ഫ്രീഡം വേണം, ബ്രിട്ടീഷുകാരുടെ അഡ്മിനിസ്ട്രേഷൻ ഇവിടെ എൻഡ് ചെയ്യണം, അങ്ങനെ ഇന്ത്യക്കാർക്കൊരു കോമൺ ഒപ്പീനിയൻ ഉണ്ടാക്കി അങ്ങനെ ആളുകളെ ഓർഗനൈസ് ചെയ്യുക, ഇന്ത്യയിലെ ആളുകളെ ഓർഗനൈസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഓർഗനൈസ് ചെയ്ത് ലീഡർഷിപ്പ് കൊടുക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഒരു കോമൺ ആയിട്ടുള്ള ഒരു എന്താണ് സ്ട്രഗിൾ ഉണ്ടാക്കാൻ പറ്റുള്ളൂ, ഒരു ഫ്രീഡം സ്ട്രഗിളിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഒറ്റയ്ക്ക് നമ്മൾ ഫ്രീഡം സ്ട്രഗിൾ ഫൈറ്റ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. നമ്മൾ എങ്ങനെ നിൽക്കണം? കോമൺ ആയിട്ട് ഓർഗനൈസ് ചെയ്ത് നിൽക്കണം. അതായിരുന്നു ഇവരുടെ നാലാമത്തെ ഒബ്ജക്റ്റീവ്. ആൻഡ് ദ ഫിഫ്ത്ത് ഒബ്ജക്റ്റീവ്, അലൗ സെൻറ്റേഴ്സ് ഇൻ ഇന്ത്യ ഫോർ ഓൾ ഇന്ത്യ കോമ്പറ്റേറ്റീവ് എക്സാംസ് ആസ് വെൽ. അപ്പോൾ അന്ന് ബ്രിട്ടീഷുകാർ നടത്തുന്ന ചില കോമ്പറ്റേറ്റീവ് എക്സാംസ് ഉണ്ടായിരുന്നു ഓൾ ഇന്ത്യ ലെവലിൽ. അങ്ങനെയൊക്കെ എക്സാം ജയിച്ച ആൾക്കാരാണ് നമ്മുടെ രവീന്ദ്രനാഥ ടാഗോറും
ഗോപാലകൃഷ്ണ ഗോഖലെ പോലെയുള്ള നമ്മുടെ ലീഡേഴ്സൊക്കെ ഈ ഓൾ ഇന്ത്യ ലെവലിൽ സിവിൽ സർവീസിലേക്ക് ആളുകളെ എടുക്കാൻ വേണ്ടി ബ്രിട്ടീഷ് ഗവൺമെൻറ്, നമുക്കറിയാം ബ്രിട്ടീഷുകാരായിട്ടുള്ള ഓഫീസേഴ്സ് മാത്രം പോരാ, അവർക്ക് ഇന്ത്യയിൽ ജോലിക്കാരായിട്ട് കുറേ ഇന്ത്യക്കാരെയും അവർക്ക് ആവശ്യമായിരുന്നു. അങ്ങനെ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ അഡ്മിനിസ്ട്രേഷനിൽ സഹായിക്കാൻ ഒരു സിവിൽ സെർവൻസായിട്ട് അവരെ ഇന്ത്യക്കാരെ സെലക്ട് ചെയ്യുമായിരുന്നു. അങ്ങനെ ഓൾ ഇന്ത്യ ലെവലിലുള്ള കോമ്പറ്റേറ്റീവ് എക്സാംസ് ഇന്ത്യയിൽ നടന്നിരുന്നു. അതിലൊക്കെ നമ്മുടെ ആളുകളെ പങ്കെടുപ്പിക്കുക, അവർക്കതിന് പരിശീലനം കൊടുക്കുക, ഓക്കെ, അതിന് സെൻറ്റേഴ്സൊക്കെ കണ്ടെത്തി കൊടുക്കുക, ആളുകളെ പ്രൊമോട്ട് ചെയ്യുക. ഇതും കോൺഗ്രസിൻ്റെ ഫസ്റ്റ് ഒബ്ജക്റ്റീവായിരുന്നു. അലൗ സെൻറ്റേഴ്സ് ഇൻ ഓൾ ഇന്ത്യ ഫോർ ഓൾ ഇന്ത്യ കോമ്പറ്റേറ്റീവ് എക്സാംസ്. ഓക്കെ, ദീസ് ആർ ദ മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. എന്തൊക്കെയാണെന്ന് ഓർത്തു വെച്ചേ. പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റുകളെ, ഇന്ത്യയുടെ പല ഭാഗങ്ങളിലുള്ളവരെ യൂണിഫൈ ചെയ്യുക, അവരുടെ റിലേഷൻ വളരെ ഫ്രണ്ട്ലി ആക്കുക, നമ്മുടെ നാഷണലിസം പ്രൊമോട്ട് ചെയ്യുക, നമ്മളെ കോമൺ നീഡ്സ് കണ്ടെത്തുക, അത് ബ്രിട്ടീഷ് ഗവൺമെൻറ്റിന് പുട്ട് ഫോർവേഡ് ചെയ്യുക, പബ്ലിക് ഒപ്പീനിയൻ ഉണ്ടാക്കിയെടുക്കുക, അങ്ങനെ നമ്മുടെ ആളുകളെ കുറച്ചുകൂടി ഓർഗനൈസ് ചെയ്യുക, ഓൾ ഇന്ത്യ കോമ്പറ്റേറ്റീവ് എക്സാംസിന് വേണ്ടി സെൻറ്റേഴ്സ് അലൗ ചെയ്യുക. ഇങ്ങനെയുള്ള ഡിക്ലെയർഡ് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സ് ആയിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിനുള്ളത്. ഓക്കെ, നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഫൗണ്ടറായ എ.ഒ. ഹ്യൂം, അലൻ ഒക്ടേവിയൻ ഹ്യൂമാണ് നിങ്ങളിവിടെ കാണുന്ന ഈ ഇദ്ദേഹം. ഓക്കെ, അലൻ ഒക്ടേവിയൻ ഹ്യൂം. ദെൻ നമ്മുടെ ഇന്ത്യക്കാരനായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഫൗണ്ടർ എന്ന് പറയാവുന്ന ആളാണ് W.C. ബാനർജി. അദ്ദേഹമാണ് ഫസ്റ്റ് കോൺഫറൻസിൻ്റെ പ്രസിഡൻറ്റ്. ഓക്കെ, W.C. ബാനർജി. ദെൻ ഏർലി ലീഡേഴ്സ് ഓഫ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഏർലി ലീഡേഴ്സ്. നമുക്കറിയാം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഏറ്റവും ഫേമസ് ലീഡേഴ്സ് എന്ന് പറയാവുന്നത് നമ്മുടെ മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, അങ്ങനെയുള്ള ആളുകളാണ്. പക്ഷേ ഇവരൊക്കെ നമ്മളിപ്പം പഠിക്കാൻ പോകുന്നത് ഇതിൻ്റെയൊക്കെ തുടക്കത്തിലുള്ള 1885 നമ്മളിത് തുടങ്ങിയ സമയത്തുള്ള ലീഡേഴ്സിനെയാണ് നമ്മൾ കാണുക. ദാദാഭായ് നവറോജി, സുരേന്ദ്രനാഥ ബാനർജി, ഫിറോസ് ഷാ മേത്ത, ബദ്രുദ്ദീൻ തൈബ്ജി, ഗോപാലകൃഷ്ണ ഗോഖലെ, ബാലഗംഗാധര തിലക്, പി അനന്തചാർലു, R.C. ദത്ത്, അനന്ത മോഹൻ ബോസ്. These were the leaders of Indian National Congress in the early time. Okay, ഗോപാലകൃഷ്ണ ഗോഖലെ, ദാദാഭായ് നവറോജി, സുരേന്ദ്രനാഥ ബാനർജി, R.C. ദത്ത്, ഇവരൊക്കെ വളരെ പ്രധാനപ്പെട്ട ഏർലി ലീഡേഴ്സാണ്. ഓക്കെ, ദെൻ വാട്ട് വാസ് ദ റിയൽ മോട്ടീവ് ബിഹൈൻഡ് ദ പാർട്ടീഷൻ ഓഫ് ബംഗാൾ? ഇനി നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും നമ്മുടെ നാഷണൽ ഫ്രീഡം സ്ട്രഗിളും വളരെയേറെ സ്ട്രെങ്തൺ ചെയ്ത ഒരു നടപടി ബ്രിട്ടീഷുകാരുടെ ഭാഗത്തു നിന്നുണ്ടായി. അതാണ് പാർട്ടീഷൻ ഓഫ് ബംഗാൾ. ബ്രിട്ടീഷുകാരെ ബംഗാൾ എന്ന് പറയുന്ന ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രോവിൻസ്, ഇന്ത്യയിൽ നാഷണൽ ഫ്രീഡം സ്ട്രഗിളിന് ഏറ്റവും കൂടുതൽ ലീഡർഷിപ്പ് കൊടുക്കുന്ന പ്രോവിൻസ് ആയിരുന്നു ബംഗാൾ. കാരണം എന്താണെന്നോ, ബംഗാളിൽ നിന്ന് നമുക്ക് ധാരാളം ലീഡേഴ്സ് വന്നു, ധാരാളം ഈ വെസ്റ്റേൺ എഡ്യൂക്കേഷൻ ലഭിച്ച രവീന്ദ്രനാഥ ടാഗോറൊക്കെ പോലെയുള്ള അനേകം ആളുകൾ ബംഗാൾ പ്രോവിൻസിൽ നിന്നുള്ളവരായിരുന്നു. അതുകൊണ്ട് ഫ്രീഡം സ്ട്രഗിൾ ഏറ്റവും കൂടുതൽ സ്ട്രോങ് ആയിരുന്ന സ്ഥലമായിരുന്നു ബംഗാൾ പ്രോവിൻസ്. അത് ബ്രിട്ടീഷുകാർക്ക് മനസ്സിലായി. അവരെന്ത് ചെയ്തു? ബംഗാളിനെ വീക്കൻ ചെയ്യാൻ വേണ്ടി, ബംഗാളിനെ തളർത്താൻ വേണ്ടി, അവരുടെ ശക്തി ക്ഷയിപ്പിക്കാൻ വേണ്ടി അവരൊരു തീരുമാനമെടുത്തു, പാർട്ടീഷൻ ഓഫ് ബംഗാൾ. ബംഗാളിനെ 2 പാർട്ടാക്കാം, ഈസ്റ്റേൺ പാർട്ട് ആൻഡ് വെസ്റ്റേൺ പാർട്ട്. ഈസ്റ്റേൺ പാർട്ടിൽ മുസ്ലിംസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് ഉള്ള, അല്ലെങ്കിൽ മുസ്ലിംസ് മജോറിറ്റി ഉള്ള സ്ഥലമായിരുന്നു ഈസ്റ്റ്. അതുകൊണ്ട് ഈസ്റ്റേൺ ബംഗാളിനെ അവർ അങ്ങനെ തിരിച്ചു. വെസ്റ്റേൺ ബംഗാളിൽ മജോറിറ്റി ഹിന്ദുസ് ആയിരുന്നു. അങ്ങനെ ഹിന്ദു മുസ്ലിം യൂണിറ്റി തകർക്കുക, ബംഗാളിൻ്റെ സ്ട്രെങ്തിനെ വീക്കൻ ചെയ്യുക, ഇങ്ങനെയുള്ള പല മോട്ടീവ്സോടുകൂടി അവർ ചെയ്ത ഒരു പ്രവൃത്തിയായിരുന്നു പാർട്ടീഷൻ ഓഫ് ബംഗാൾ. ഈ പാർട്ടീഷൻ ഓഫ് ബംഗാളാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ കൂടുതൽ ശക്തി വെച്ചതും നമ്മുടെ ഫ്രീഡം സ്ട്രഗിൾ ഇത്രയും സ്ട്രോങ് ആയിരുന്നു. നമുക്കതൊന്ന് പഠിക്കാം. വാട്ട് വാസ് ദ റിയൽ മോട്ടീവ് ബിഹൈൻഡ് ദ പാർട്ടീഷൻ ഓഫ് ബംഗാൾ? ടു വീക്കൻ കോൺഗ്രസ് ലെഡ് ഫ്രീഡം സ്ട്രഗിൾ. കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന ഫ്രീഡം സ്ട്രഗിളിനെ വീക്കൻ ചെയ്യുക. ടു വീക്കൻ ദ മൈൻഡ് സെറ്റ് ഓഫ് കോൺഗ്രസ് ലീഡേഴ്സ്. കോൺഗ്രസ് ലീഡേഴ്സ്, നമ്മളിപ്പം കണ്ട ഏർലി ലീഡേഴ്സിൻ്റെ കാര്യം നമ്മൾ കണ്ടു, W.C. ബാനർജി, ഗോപാലകൃഷ്ണ ഗോഖലെ, ബാലഗംഗാധര തിലക്, അങ്ങനെയൊക്കെയുള്ള കോൺഗ്രസ് ലീഡേഴ്സിനെ തളർത്തുക, അവരുടെ മൈൻഡ് സെറ്റ് തളർത്തുക. ദെൻ ടു എൻഡ് ഹിന്ദു മുസ്ലിം യൂണിറ്റി. ഹിന്ദു മുസ്ലിം യൂണിറ്റി ഉണ്ടായാൽ
ഫ്രീഡം സ്ട്രഗിൾ വളരെ സ്ട്രോങ് ആവുമെന്ന് അവർക്ക് മനസ്സിലായി. അതുകൊണ്ട് ഈ ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും ബംഗാളിനെ 2 പാർട്ടാക്കി ഒരു കൂട്ടരെ ഈസ്റ്റിലേക്കും വിട്ടു, ഒരു കൂട്ടരെ വെസ്റ്റിലേക്കും വിട്ടു. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിച്ചു? ഹിന്ദു മുസ്ലിം യൂണിറ്റി എൻഡ് ചെയ്യണമെന്നായിരുന്നു അവരുടെ ഒരു മോട്ടീവ്. ദെൻ ആരാണ് ഇത് ചെയ്തത്? ലോർഡ് കട്സൺ. അപ്പോൾ നിങ്ങളത് പഠിച്ചോളൂ. ഒരു 1 വേർഡ് വരും. ഹൂ ഡിവൈഡ് ബംഗാൾ? ഹൂ വാസ് ദ ബ്രിട്ടീഷ് viceroy behind the partition of Bengal? Lord Curzon was the British viceroy who divided Bengal. Bengal was divided into East Bengal, that Muslim majority area, and West Bengal, Hindu majority area. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ലീഡേഴ്സിൻ്റെ മൈൻഡ് സെറ്റ് തകർക്കുക, നമ്മുടെ ഫ്രീഡം സ്ട്രഗിളിനെ വീക്കൻ ചെയ്യുക, ഇങ്ങനെയുള്ള ഉദ്ദേശം, ഹിന്ദു മുസ്ലിം യൂണിറ്റി ഇല്ലാതാക്കുക, അങ്ങനെയുള്ള ചില മോട്ടീവ്സ് ആയിരുന്നു ഈ പാർട്ടീഷൻ ഓഫ് ബംഗാൾ. പക്ഷേ നമ്മളിനി പഠിക്കാൻ പോകുന്നത് എന്താണെന്നോ? പാർട്ടീഷൻ ഓഫ് ബംഗാൾ നമ്മളെ വീക്കൻ ചെയ്യാനാണ് അവർ ചെയ്തതെങ്കിലും പക്ഷേ വിപരീത ഫലമാണ് ഉണ്ടായത്. നമ്മൾ കുറച്ചുകൂടി സ്ട്രോങ് ആയി. നമ്മുടെ നാഷണൽ ഫീലിങ്സ്, നാഷണലിസം, നമ്മുടെ യൂണിറ്റി സ്ട്രെങ്തൻ ചെയ്തു. ഓക്കെ, നമ്മുടെ ലീഡേഴ്സ് കുറച്ചുകൂടി സ്ട്രോങ് ആയി. ഓക്കെ, അപ്പോൾ ഈ പാർട്ടീഷൻ ഓഫ് ബംഗാൾ എന്ത് എഫക്റ്റാണ് കൊണ്ടുവന്നത് നമുക്ക് പഠിക്കാം. എന്ത് എഫക്റ്റാണ് കൊണ്ടുവന്നത്? ഡിസ്ക്രൈബ് ദ ഇൻഫ്ലുവൻസ് ഓഫ് സ്വദേശി മൂവ്മെൻറ്റ് ഇൻ ദ ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിൾ. So, partition of Bengal was the real reason for the starting of സ്വദേശി മൂവ്മെൻറ്റ്. ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൂവ്മെൻ്റാണ് സ്വദേശി മൂവ്മെൻറ്റ്. ഈ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ ബ്രിട്ടീഷ് ഗുഡ്സ് ബോയ്ക്കോട്ട് ചെയ്യുക, ഇന്ത്യൻ ഗുഡ്സിനെ, ഇന്ത്യൻ ഫാക്ടറീസിനെ, ഇന്ത്യൻ കമ്പനികളെ പ്രൊമോട്ട് ചെയ്യുക. അതാണ് സ്വദേശി എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ എന്താണ്? സ്വന്തം ദേശത്തെ പ്രൊമോട്ട് ചെയ്യുക. ഓക്കെ, അങ്ങനെ സ്വന്തം ദേശത്തിലെ സാധനങ്ങളെ പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ, സ്വന്തം ദേശത്തെ പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ആരെ ബോയ്ക്കോട്ട് ചെയ്യണം? ബ്രിട്ടീഷ് പ്രോഡക്റ്റ് ബോയ്ക്കോട്ട് ചെയ്തു. അപ്പോൾ പാർട്ടീഷൻ ഓഫ് ബംഗാളാണ് യഥാർത്ഥത്തിൽ എന്തിന് കാരണമായത്? സ്വദേശി മൂവ്മെൻ്റ് എന്ന് പറയുന്ന ഒരു മൂവ്മെൻറ്റ് തന്നെ ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിളിൽ ഉണ്ടായി. സോ വി ക്യാൻ ഡിസ്ക്രൈബ് ദ ഇൻഫ്ലുവൻസ് ഓഫ് സ്വദേശി മൂവ്മെൻറ്റ്. ഓൺ October 16, 1905, പാർട്ടീഷൻ ഓഫ് ബംഗാൾ കെയിം ഇൻ ടു എഫക്റ്റ്. പാർട്ടീഷൻ ഓഫ് ബംഗാൾ ഏത് ഇയർ ആണെന്ന് ക്വസ്റ്റ്യൻ വന്നാൽ എഴുതിക്കോണം. 1905. ഇന്ന് ടീച്ചർ 2 ഇയറാണ് പഠിപ്പിച്ചിരിക്കുന്നത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്റ്റാർട്ടിങ് 1885. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഇയറാണ് പാർട്ടീഷൻ ഓഫ് ബംഗാൾ 1905. എന്നാണത് നിലവിൽ വന്ന October 16. ഓക്കെ, അന്ന് തൊട്ടാണ് നമ്മൾ എന്ത് തുടങ്ങിയത്? സ്വദേശി മൂവ്മെൻറ്റ്. എ ഹർത്താൽ വാസ് ഒബ്സർവ്ഡ് ഇൻ കൽക്കട്ട. ആദ്യമായിട്ട് എന്ത് ചെയ്തു? ബംഗാളിലെ കൽക്കട്ട എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സിറ്റിയിൽ ഒരു ഹർത്താൽ ഒബ്സർവ് ചെയ്തു. അന്ന് ഹർത്താലായിരുന്നു. ഹർത്താൽ നിങ്ങൾക്കറിയാമല്ലോ, കടകളെല്ലാം അടച്ചിട്ട് ആളുകൾ ജോലിക്കൊക്കെ പോകാതെ എല്ലാം സ്തംഭിച്ചു പോകുന്ന ഒരവസ്ഥയാണ് ഹർത്താൽ. അങ്ങനെ ഒരു ഹർത്താൽ അവരെ ഒബ്സർവ് ചെയ്തു. അതൊരു പ്രൊട്ടസ്റ്റിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നതാണ് ഹർത്താൽ. പീപ്പിൾ ഗ്യാതേർഡ് ഇൻ സ്ട്രീറ്റ് സിംഗിങ് ദ പേട്രിയോട്ടിക് സോങ്സ്. ആളുകളെല്ലാം സ്ട്രീറ്റിൽ ഇങ്ങനെ റാലികൾ സംഘടിപ്പിച്ചു. എന്താണ് പാടുക? സാരേ ജിഹാംസി അച്ച തുടങ്ങിയ പേട്രിയോട്ടിക് സോങ്സ്. അതുപോലെ അമർ രഹേഗ ബംഗ്ല. നമ്മുടെ രവീന്ദ്രനാഥ് ടാഗോർ ഇങ്ങനെയുള്ള പേട്രിയോട്ടിക് സോങ്സ് ഒത്തിരി എഴുതിയിട്ടുണ്ട്. അമർ ബംഗ്ല എന്ന് പറയുന്ന ഒരു സോങ്, ഒരു പേട്രിയോട്ടിക് സോങ് രവീന്ദ്രനാഥ് ടാഗോർ ബംഗാളി ഭാഷയിൽ എഴുതി. ആ പാട്ടുമൊക്കെ പാടി, പേട്രിയോട്ടിക് സോങ്സ് ഒക്കെ പാടി പല റാലികളും സംഘടിപ്പിച്ചുകൊണ്ട് ആളുകൾ ഗ്യാദർ ചെയ്തു. Then, the main mode of struggle of the movement was the use of Indian goods and the boycott of British goods. ഇന്ത്യക്കാരെ സ്വദേശി മൂവ്മെൻറ്റിൽ ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, they boycott all foreign goods, all British goods, and they started using Indian goods. ഇന്ത്യൻ ഗുഡ്സ് ഉപയോഗിക്കാൻ തുടങ്ങി. എന്തൊക്കെ ബ്രിട്ടീഷ് പ്രോഡക്റ്റുകളാണ് അവർ ബോയ്ക്കോട്ട് ചെയ്തത്? ബ്രിട്ടീഷുകാരുടെ തുണികളെ അത് കൂട്ടിയിട്ട് അവരെ ബേൺ ചെയ്ത് കളഞ്ഞു. ബ്രിട്ടീഷുകാരുടേതായിട്ടുള്ള കളിപ്പാട്ടങ്ങളെ, അവരുടെ സാധനങ്ങളെ, അതുപോലെ തന്നെ നമ്മുടെ പ്രീസ്റ്റുകളെ, നമ്മുടെ ഡോബീസൊക്കെ ഒരു തീരുമാനമെടുത്തു. പ്രീസ്റ്റുകൾ തീരുമാനമെടുത്തു, ഞങ്ങൾ ഇനി തൊട്ട് ബ്രിട്ടീഷ് പ്രോഡക്റ്റ് ഉപയോഗിച്ചുള്ള പൂജകൾ നടത്തില്ല. ഡോബീസ് ഒരു തീരുമാനമെടുത്തു, ഞങ്ങൾ ബ്രിട്ടീഷുകാരുടെ വസ്ത്രങ്ങൾ ഇനി അലക്കി കൊടുക്കുകയില്ല. ഓക്കെ, അങ്ങനെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള തീരുമാനങ്ങളൊക്കെ ഉണ്ടായ ഒരു മൂവ്മെൻ്റ് ആയിരുന്നു സ്വദേശി മൂവ്മെൻറ്റ്. സോ പീപ്പിൾ സ്റ്റാർട്ടഡ് ടു യൂസ് ഇന്ത്യൻ ഗുഡ്സ് ഇൻസ്റ്റെഡ് ഓഫ് ബ്രിട്ടീഷ് ഗുഡ്സ്. ദേ ബോയ്ക്കോട്ട് ഓൾ ബ്രിട്ടീഷ് ഗുഡ്സ്. സെൽഫ് റിലയൻസ് വാസ് ദ മെയിൻ കോൺസെപ്റ്റ് ഓഫ് സ്വദേശി മൂവ്മെൻറ്റ്. സ്വദേശി മൂവ്മെൻറ്റിൻ്റെ മെയിൻ കോൺസെപ്റ്റ് എന്തായിരുന്നു? സെൽഫ് റിലയൻസ്. സ്വന്തം കാര്യങ്ങൾ സ്വന്തമായിട്ടുണ്ടാക്കുക, സെൽഫ് റിലയൻസ്. ഓക്കെ, ദെൻ ആസ് എ പാർട്ട് ഓഫ് ദിസ് movement, many textile mills, soap factories, match factories, handloom establishment, national banks,
ഇൻഷുറൻസ് കമ്പനീസ് വെയർ സ്റ്റാർട്ടഡ്. പലപ്പോഴും കുട്ടികൾ എഴുതുമ്പം ഒരു മിസ്റ്റേക്ക് വരുന്നത് എന്താണെന്നോ, സ്വദേശി മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് അവരെഴുതും നമ്മൾ ഇന്ത്യൻ ഗുഡ്സ് ഉപയോഗിച്ചു, ഫോറിൻ ഗുഡ്സ് ബോയ്ക്കോട്ട് ചെയ്തു, അതെല്ലാവരും എഴുതും. പക്ഷേ മറന്നു പോകുന്ന ഒരു കാര്യം എന്താണ്, നമ്മൾ ഫോറിൻ ഗുഡ്സ് ഉപേക്ഷിച്ചപ്പം ഇന്ത്യൻ ഫാക്ടറികൾ സ്റ്റാർട്ട് ചെയ്തു. അതേതൊക്കെയാണെന്ന് നമ്മൾ എഴുതണം. വിച്ച് വെർ ദ ഇന്ത്യൻ ഫാക്ടറീസ് വി സ്റ്റാർട്ടഡ് ഇൻ സ്വദേശി മൂവ്മെൻറ്റ് ടൈം? സോപ്പ് ഫാക്ടറീസ്, ടെക്സ്റ്റൈൽ മിൽസ്, ഹാൻഡ്ലൂം എസ്റ്റാബ്ലിഷ്മെൻറ്റ്, നാഷണൽ ബാങ്ക്സ്, മാച്ച് ഫാക്ടറീസ്, ഇൻഷുറൻസ് കമ്പനീസ്. കണ്ടോ, നമുക്ക് ഇന്ത്യയുടേതായി ബാങ്കുകൾ തുടങ്ങി, ഇൻഷുറൻസ് കമ്പനികൾ തുടങ്ങി, സോപ്പ് ഫാക്ടറി തുടങ്ങി, ടെക്സ്റ്റൈൽ മില്ലുകൾ തുടങ്ങി, ഹാൻഡ്ലൂം എസ്റ്റാബ്ലിഷ്മെൻറ്റ്, ഹാൻഡ്ലൂം എന്ന് പറയുന്നതും ടെക്സ്റ്റൈൽ തന്നെയാണ്, അത് തുടങ്ങി, മാച്ച് ഫാക്ടറീസ് തുടങ്ങി. എന്താണ് ഈ മാച്ച് ഫാക്ടറി? തീപ്പെട്ടി കമ്പനികൾ അല്ലേ, നമുക്ക് ഏറ്റവും അത്യാവശ്യമുള്ള സാധനമാണ് തീപ്പെട്ടി. ഓക്കെ, ഇതെല്ലാം സ്റ്റാർട്ട് ചെയ്തു. ത്രൂ ദിസ് ദ കോമൺ പീപ്പിൾ, വിമൻ, സ്റ്റുഡൻസ് ഓഫ് ഇന്ത്യ ബിക്കം പാർട്ടിസിപ്പൻസ് ഓഫ് പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ് ഫോർ ദ ഫസ്റ്റ് ടൈം. അപ്പോൾ അതുവരെ ഏർലി സ്ട്രഗിളിൽ ഒന്നും പങ്കെടുക്കാതിരുന്ന കോമൺ പീപ്പിൾ, സ്റ്റുഡൻസ്, then political, this women, then students, common people, all the categories of people participate in Indian freedom struggle. കണ്ടോ, സ്വദേശി മൂവ്മെൻ്റ് ആണ് ഇന്ത്യയിലെ കോമൺ പീപ്പിളിനെ, ഈവൻ സ്റ്റുഡൻസിനെ പോലും ഇന്ത്യൻ നാഷണൽ ഫ്രീഡം സ്ട്രഗിളിലേക്ക് കൊണ്ടുവരികയും അങ്ങനെ ഇന്ത്യൻ ഫ്രീഡം സ്ട്രഗിൾ ഒരു ഓൾ ഇന്ത്യ ലെവലിലേക്ക് വളരുകയും ചെയ്തു. അതാണ് സ്വദേശി മൂവ്മെൻറ്റിൻ്റെ ഇൻഫ്ലുവൻസ്, അതിൻ്റെ ഇമ്പോർട്ടൻസ്. ഓക്കെ, പഠിച്ചോണേ. ദ ഫാക്ടറീസ് ആൻഡ് ഫൗണ്ടേഴ്സ് ആസ് പാർട്ട് ഓഫ് സ്വദേശി മൂവ്മെൻറ്റ്. ചില പ്രത്യേകമായിട്ട് നമുക്ക് പറയേണ്ട ചില ഫാക്ടറികളുണ്ട്. സ്വദേശി മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട ചില ഫാക്ടറികളും അതിൻ്റെ ഫൗണ്ടേഴ്സിനെ നമുക്കൊന്ന് പഠിക്കാം. ബംഗാൾ കെമിക്കൽ സ്റ്റോർ, ആചാര്യ PC റോയ്. സ്വദേശി സ്റ്റോർ, രവീന്ദ്രനാഥ ടാഗോർ. അപ്പോൾ സ്വദേശി സ്റ്റോറിൽ സ്വദേശിയായിട്ടുള്ള എല്ലാ ഗുഡ്സും അവൈലബിൾ ആയിരുന്നു. അത് തുടങ്ങിയ ആളെ കണ്ടോ, രവീന്ദ്രനാഥ ടാഗോർ. സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി, അത് ഷിപ്പൊക്കെ ഉണ്ടാക്കുന്ന വലിയൊരു കമ്പനിയായിരുന്നു. ഒരു ചെന്നൈ അല്ലെങ്കിൽ ഒരു തമിഴ്നാട് സ്വദേശിയാണ് അത് സ്റ്റാർട്ട് ചെയ്തത്. വി ചിദംബരം പിള്ളൈ. ഓക്കെ, അദ്ദേഹം കപ്പലുണ്ടാക്കുന്ന ഒരു കമ്പനി തുടങ്ങി. അതാണ് സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി. ഇദ്ദേഹത്തെ അതുകൊണ്ട് കപ്പലോട്ടിയ തമിഴൻ എന്ന് വിളിക്കാറുണ്ട്. കപ്പലോട്ടിയ തമിഴൻ എന്ന് പറഞ്ഞാൽ കപ്പലുണ്ടാക്കിയ തമിഴൻ. ഓക്കെ, അതാരാണ്? വി ചിദംബരം പിള്ളൈ. പിന്നെ നമുക്കറിയാം, നമുക്ക് മറക്കാൻ പറ്റാത്ത ഒരു പേരാണ് ജംഷഡ്ജി ടാറ്റ. ടാറ്റ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ എല്ലാ സ്ഥാപകനാണ് ജംഷഡ്ജി ടാറ്റ. അദ്ദേഹം അന്നൊരു ഫാക്ടറി തുടങ്ങി, ഒരു സ്റ്റീൽ ഫാക്ടറി. ഓക്കെ, സ്റ്റീൽ ഫാക്ടറി തുടങ്ങിയ ആരാണ്? ജംഷഡ്ജി ടാറ്റ. ഓക്കെ, അപ്പോൾ ഇത്രയും കമ്പനീസിൻ്റെ പേര് സ്പെഷ്യലായിട്ട് നമുക്ക് പറയണം. അതുകൊണ്ടാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ മാച്ച് ചെയ്യാനോ വൺ വേർഡിനോ ഒക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾ പഠിച്ചോണേ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് അവസാനിച്ചിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ഒരു ഏർലി ഓർഗനൈസേഷൻ്റെ ലിമിറ്റേഷൻസ് എന്താണെന്ന് പഠിച്ചു. ഓൾ ഇന്ത്യ ലെവലിലുള്ള നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, അതിൻ്റെ സ്റ്റാർട്ടിങ്, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, അതിൻ്റെ ലീഡേഴ്സ്, അതുപോലെ തന്നെ പാർട്ടീഷൻ ഓഫ് ബംഗാളിൻ്റെ ഡിസ്ക്രിപ്ഷൻ, ഇത്രയും ടീച്ചർ പഠിപ്പിച്ചിരിക്കുകയാണ്. പല പ്രാവശ്യം നിങ്ങൾ ഈ ക്ലാസ് കണ്ട് നന്നായിട്ട് പഠിക്കുക. നമ്മുടെ പരീക്ഷയുടെ ഫസ്റ്റ് ടൈം എക്സാമിൻ്റെ ഡേറ്റൊക്കെ വന്നിട്ടുണ്ട്. 22 ആണ് നിങ്ങളുടെ പരീക്ഷ നടക്കുന്നത്, August 22. അപ്പോൾ നമ്മൾ നന്നായിട്ട് പല പ്രാവശ്യം പഠിക്കുക. ഓക്കെ സ്റ്റുഡൻസ്, ഇനി അടുത്ത ദിവസം നമുക്കൊരു ക്ലാസ് കൂടി വേണ്ടതുണ്ട് നമ്മുടെ ഈ ചാപ്റ്റർ തീരാനായിട്ട്. അപ്പോൾ അത് ഉടനെ തന്നെ ഉണ്ടാകും. നമ്മൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിലെ മോഡറേറ്റ്സ്, എക്സ്ട്രീമിസ്റ്റുകളെ പറ്റിയും ഒക്കെയാണ് നമ്മുടെ അടുത്ത ക്ലാസ്സിൽ പഠിക്കുക. താങ്ക് യു ചിൽഡ്രൻ, താങ്ക് യു സോ മച്ച്. മേ ഗോഡ് ബ്ലെസ് യു ഓൾ.